ഡോക്കോയിലെ ഒരു സ്ത്രീയായ ജെറുസ അർബുദ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുന്നു. 1945 മാർച്ച് 19. മഞ്ഞുകാലത്തിൻ്റെ മങ്ങിയ പ്രഭാതം. ഈശോ ഒരു ചെറുപട്ടണമായ ഡോക്കോയിലേക്ക് പ്രവേശിക്കുകയാണ്. വഴിയിൽ കണ്ട ഒരാളോട് ചോദിക്കുന്നു, മേരിയാൻ എവിടെയാണ് താമസിക്കുന്നത്? മരിക്കാറായ മരുമകളുടെ വൃദ്ധയായ അമ്മ. അതെ, നോക്കൂ മനുഷ്യ, ഈ വഴിയുടെ അങ്ങേയറ്റത്ത് ഒരു മൈതാനമുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഉറവയും. ആ ഭാഗത്തു നിന്ന് 3 ഇടവഴികൾ പിരിഞ്ഞു പോകുന്നത് കാണാം. നടുക്ക് പന നിൽക്കുന്ന വഴിയെ മുന്നോട്ട് പോകണം. ഒരു 100 ചുവട് വെച്ച് കഴിയുമ്പോൾ ഒരു ചാല് കാണാം. അതിൽ കൂടെ തടിപ്പാലം വരെ പോകുക. പാലം കടന്നു കഴിയുമ്പോൾ ഒരു വളച്ച വാതിൽ കാണും. അതിനുള്ളിൽ കടന്ന് സ്വല്പം നടക്കുമ്പോൾ ഒരു ചെറു മൈതാനമുണ്ട്. നീ അവിടെ എത്തും. പഴയ വീടായതുകൊണ്ട് മേരിയാൻ്റെ വീടിന് മഞ്ഞ നിറമാണ്. അവരുടെ ഭാരിച്ച ചെലവ് നിമിത്തം വീട് വൃത്തിയാക്കാൻ കഴിയുന്നില്ല. നിനക്ക് തെറ്റാൻ വഴിയില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടാകട്ടെ. നീ ദൂരെ നിന്നാണോ വരുന്നത്? വളരെ ദൂരമൊന്നുമില്ല. പക്ഷെ നീ ഒരു ഗലീലിയനാണ്. അതെ. അപ്പോൾ ഇവരോ? നിങ്ങൾ തിരുനാളിന് വന്നതാണോ? അവർ സ്നേഹിതരാണ്. ദൈവം നിന്നോടുകൂടെ. സമാധാനം. ഈശോ ആ വായാടി മനുഷ്യനെ വിട്ടുപോകുന്നു. അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നു. ആ മനുഷ്യന് പോകാൻ ഒരു ധൃതിയുമില്ല. അവർ മൈതാനത്തെത്തി. ചെളി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ സ്ഥലം. അതിൻ്റെ നടുവിൽ ഒരു ഓക്കുമരം നിൽപ്പുണ്ട്. അധികം പ്രായമാകാത്ത എന്നാൽ നല്ല ഉയരമുള്ള വൃക്ഷം. അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിനാൽ വേനൽക്കാലത്തും ഒരു അനുഗ്രഹമായിരിക്കും. എന്നാൽ ഇപ്പോൾ അത് ശോകഭാവം പകരുന്നു. വീടുകളുടെ മീതെ മൂടി നിൽക്കുന്ന അതിൻ്റെ കട്ടിയുള്ള കറുത്ത ഇലകൾ കൊണ്ട് അത് വെളിച്ചവും സൂര്യപ്രകാശവും തടയുന്നു. മേരിയാൻ്റെ വീടാണ് ഏറ്റവും ദരിദ്രമായത്. ഭിത്തിക്ക് വലിയ ഉയരമില്ലാത്ത വലിയ വീടാണ്. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മുൻവശത്തെ വാതിൽ പൊട്ടിക്കീറിയിട്ട് പല കഷ്ണങ്ങൾ ഏച്ചുവെച്ചാണ് വിടവ് നികത്തിയിരിക്കുന്നത്. പാളി പറഞ്ഞുപോയ ഒരു ചെറിയ ജനലുണ്ട്. അതിലൂടെ അകത്തെ ഇരുട്ട് കുറച്ച് കാണാം. കണ്ണില്ലാത്ത കൺകുഴിയെ പോലെ. ഈശോ വാതിൽക്കൽ മുട്ടുന്നു. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറക്കുന്നു. അവളുടെ കണ്ണുകൾ ചുമന്നും മുഖം വിളറിയും ഇരിക്കുന്നു. മുടി ചീകിയിട്ടില്ല. നീ മേരിയാൻ്റെ പൗത്രിയാണോ? ഈശോ വന്നിരിക്കുന്നുവെന്ന് വൃദ്ധയായ വല്യമ്മയോട് പറയുക. ബാലിക അവൾക്കുള്ള ശബ്ദം മുഴുവൻ പ്രയോഗിച്ച് വല്യമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുന്നു. വൃദ്ധ ഓടിക്കിതച്ചു വന്നു. പിന്നാലെ 6 കുട്ടികളും. ആദ്യം വന്ന ബാലികയും ആ കൂട്ടത്തിലുണ്ട്. ഏറ്റവും പൊക്കമുള്ളവൻ അവളുടെ ഇരട്ടയാണെന്ന് തോന്നുന്നു. ഇളയവർ 2 പേർ വൃദ്ധയുടെ വസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങിയാണ് നിൽപ്പ്. അവർക്ക് കഷ്ടിച്ച് നടക്കാറായ പ്രായമേ ഉള്ളൂ. ഓ, നീ വന്നല്ലോ. കുട്ടികളെ, മിശിഹായെ വണങ്ങും. എൻ്റെ ദരിദ്രമായ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ മകൾ മരിക്കാറായി. കുട്ടികളെ, നിങ്ങൾ കരയരുത്. നിങ്ങൾ കരയുന്നത് അവൾ കേൾക്കാൻ ഇടവരരുത്. സാധു കുട്ടികൾ. പെൺകുട്ടികൾ രാത്രിയിൽ അമ്മയുടെ അടുത്ത് ഉറക്കം വിളിച്ചിരുന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ രാത്രിയിൽ ഉറക്കമിളക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങി തളർന്നു വീണു പോകുന്നു. കിടക്കയിൽ കിടന്നുറങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഒരു കസേരയിൽ ഇരുന്നാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങനെ അവളുടെയും കുട്ടികളുടെയും അടുത്തിരിക്കാൻ സാധിക്കുന്നു. എന്നാൽ അവർ തീരെ ചെറുതല്ലേ. ക്ഷീണം കൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ കഴിവില്ലെന്നായി. ആൺകുട്ടികൾ വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് തീ കെടാതെ കത്തിക്കും. കുറച്ച് വിറ്റ് അപ്പം വാങ്ങും. അവരും ക്ഷീണിച്ചു. പാവം കുട്ടികൾ. എന്നാൽ ജോലിയല്ല ഞങ്ങളെ കൊല്ലുന്നത്. അവൾ മരിക്കുന്നത് കാണുന്നതാണ് വിഷമം. കരയാതിരിക്കു കുട്ടികളെ. ഇപ്പോൾ നമുക്ക് ഈശോയുണ്ടല്ലോ. അതെ, കരയേണ്ട. നിങ്ങളുടെ അമ്മ സുഖം പ്രാപിക്കും. നിങ്ങളുടെ അപ്പൻ തിരിച്ചു വരും. ഇനിയും നിങ്ങൾക്ക് വലിയ ചെലവുകൾ വരികയില്ല. നിങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വരികയില്ല. ഇതാണോ ഇളയ കുട്ടികൾ? അതെ കർത്താവേ. ക്ഷീണപ്രകൃതക്കാരിയാണെങ്കിലും 3 പ്രാവശ്യവും ഇരട്ട പ്രസവിച്ചു. അവളുടെ മുലയ്ക്ക് രോഗം പിടിപെട്ടു. ചിലർക്ക് ധാരാളം, ചിലർക്കൊന്നുമില്ല. പത്രോസ് നാടിമീശയുടെ ഇടയിൽ കൂടെ പിറുപിറുത്തുകൊണ്ട് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് അവനെ സമാധാനപ്പെടുത്താൻ ഒരു ആപ്പിൾ കൈ കൊടുക്കുന്നു. അപ്പോൾ മറ്റവനും ആപ്പിളിനായി കരയുന്നു. പത്രോസ് അവനും ഒരു ആപ്പിൾ കൊടുത്ത് സമാധാനപ്പെടുത്തി. ഈ സമയത്ത് ഈശോ വൃദ്ധയോടുകൂടെ മുറ്റത്തേക്ക് കടന്ന് ഏതാനും നടകൾ കയറി ഒരു മുറിയിൽ പ്രവേശിക്കുന്നു. മുറിയിൽ രോഗം കൊണ്ട് ക്ഷീണിച്ച് മരിക്കാറായ ഒരു സ്ത്രീയുടെ നേരിയ രോദനം കേൾക്കാം. ജെറുസ, മിശിഹ വന്നിരിക്കുന്നു. ഇനി നിനക്ക് വേദനയുണ്ടാകുകയില്ല. അവൻ സത്യമായും വന്നു എന്ന് നീ കാണുന്നില്ലേ? ഐസക് ഒരിക്കലും കളവ് പറയുകയില്ല. അവൻ എന്നോട് പറഞ്ഞു, അവനിവിടെ വന്നതിനാൽ അവൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? തീർച്ചയായും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ നിനക്ക് സുഖപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിൽ എന്നെ മരിപ്പിക്കണമേ. എനിക്ക് മുലയിൽ അതികഠിനമായ വേദനയാണ്.
മധുരമുള്ള പാൽ നൽകിയ അധരങ്ങളിൽ നിന്ന് തീയും കയ്പുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. എൻ്റെ കർത്താവെ, ഞാൻ വളരെയധികം സഹിക്കുന്നു. ഞാൻ നിമിത്തം വലിയ ചെലവും വരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം നേടാനായി എൻ്റെ ഭർത്താവ് വളരെ ദൂരെ പോയി ജോലി ചെയ്യുന്നു. ഞാൻ മരിക്കുകയാണ്. രോഗം കൊണ്ട് ഞാൻ മരിക്കുകയും ക്ഷീണവും അവശതയും കൊണ്ട് അമ്മ മരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? ചെറുപക്ഷികൾക്ക് ദൈവമുണ്ട്, മനുഷ്യരുടെ മക്കൾക്കും ദൈവമുണ്ട്. നീ മരിക്കുകയില്ല. ഇവിടെ ഒത്തിരി വേദനയുണ്ടോ? തുണി കൊണ്ട് ചുറ്റിക്കെട്ടിരിക്കുന്ന മുലയുടെ ഭാഗത്തേക്ക് കൈവയ്ക്കുന്നത് പോലെയാണ് ഈശോ ചോദിക്കുന്നത്. എന്നെ തൊടരുതേ, എൻ്റെ വേദന വർദ്ധിപ്പിക്കരുതേ. ആ സ്ത്രീ വളരെ ഉച്ചത്തിൽ പറയുന്നു. എന്നാൽ ഈശോ തൻ്റെ കരമേലെ അവൾക്ക് വേദനിക്കുന്ന ഭാഗത്ത് വയ്ക്കുന്നു. പാവം ജെറുസ, വാസ്തവത്തിൽ ഇതിൽ തീയാണല്ലോ ഉള്ളത്. നിന്റെ മാതൃസ്നേഹം മാറിനുള്ളിൽ തീയായി തീർന്നിരിക്കുന്നു. എന്നാൽ നിനക്കും നിന്റെ ഭർത്താവിനോടും കുട്ടികളോടും പരിഭവമുണ്ടോ? എന്തെങ്കിലും പിണക്കമുണ്ടോ? ഓ, ഞാൻ എന്തിനു പിണങ്ങണം? അവൻ നല്ലവനാണ്. അവൻ എപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു. ആ സ്നേഹം മക്കളായി വിരിഞ്ഞു. ആ കുഞ്ഞുങ്ങൾ അവരെ വിട്ടു പോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ്. എന്നാൽ കർത്താവേ, എൻ്റെ തീ ശാന്തമാകുന്നു. അമ്മേ, അമ്മേ, സ്വർഗത്തിൽ നിന്നൊരു ദൈവദൂതൻ എൻ്റെ വേദനയുടെ മുകളിലേക്ക് ഊതുന്നത് പോലെ തോന്നുന്നു. ഓ, എന്തൊരു സമാധാനം! എൻ്റെ കർത്താവേ, നിന്റെ കരം നീക്കരുതേ. നേരെ മറിച്ച് അതൊന്നുകൂടെ അമർത്തി പിടിക്കണമേ. ഓ, എന്തൊരു ശക്തി, എന്തൊരു സന്തോഷം! എൻ്റെ കുഞ്ഞുങ്ങൾ, എന്തിയെ എൻ്റെ കുഞ്ഞുങ്ങൾ? അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. മക്കളെ, ദീന, ഓസിയോസ്, അന്ന, ഷീബ, മേക്കി, ഡേവിഡ്, ജൂഡാസ്, ഇവിടെ ഇങ്ങോട്ട് വാ. നിങ്ങളുടെ അമ്മ മരിക്കുകയില്ല. ഓ, ആ സ്ത്രീ സന്തോഷ ആധിക്യത്താൽ കരഞ്ഞുകൊണ്ട് തലയിന്മേൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. കുട്ടികൾ ഓടി വരുന്നു. വൃദ്ധയായ അമ്മ മുട്ടിമേൽ നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ തീച്ചൂളയിൽ എറിയപ്പെട്ട അസ്രിയായുടെ സ്തുതിപ്പ് മുഴുവൻ പാടുന്നു. തരളിതയായി വിറയ്ക്കുന്ന സ്വരത്തിലാണ് അവൾ പാടുന്നത്. ആ എൻ്റെ കർത്താവേ, ഞാൻ എന്താണ് നിനക്കായി ചെയ്യേണ്ടത്? നിന്നെ ബഹുമാനിക്കാൻ എനിക്കൊരു വശവും ഇല്ലല്ലോ. അവസാനം അവൾ പറയുന്നു, ഈശോ അവളെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, ഇവിടെ താമസിക്കാൻ എന്നെ അനുവദിക്കുക, കാരണം ഞാൻ അത്രക്ക് ക്ഷീണിതരാണ്. ഇത് ഒരുത്തരോടും പറയരുത്. ലോകം എന്നെ സ്നേഹിക്കുന്നില്ല. കുറച്ചു നാളത്തേക്ക് എവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലത്തേക്ക് എനിക്ക് പോകണം. ദൈവത്തോട് വിശ്വസ്തത പുലർത്തണമെന്നും മൗനം പാലിക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നീയും ചെറുപ്പക്കാരിയായ അമ്മയും കുട്ടികളും. ഓ, ഒട്ടും ഭയം വേണ്ട. ദരിദ്രരായവരെ ആരും സന്ദർശിക്കാൻ വരികയില്ല. ഒരുത്തരും കാണാതെ നിനക്കിവിടെ താമസിക്കാം. പ്രീശന്മാരും എന്നാൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം എൻ്റെ പക്കൽ കുറച്ച് അപ്പം മാത്രമേ ഉള്ളൂ. ഈശോ കറിയൊത്തുകാരനെ വിളിച്ചു പറയുന്നു, കുറച്ചു പണവും എടുത്തു പോയി ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുവരും. സന്ധ്യയാകുന്നതുവരെ നമുക്ക് ഈ നല്ല ആളുകളുടെ കൂടെ ഭക്ഷിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ശബ്ദമുണ്ടാക്കാതെ പോയിക്കൊള്ളൂ. അനന്തരം സുഖം പ്രാപിച്ച സ്ത്രീയോട് ഈശോ പറയുന്നു, വ്രണം കെട്ടിവെച്ചിരിക്കുന്ന കെട്ടെല്ലാം അഴിക്കുക. എഴുന്നേറ്റ് നിന്റെ അമ്മയെ സഹായിക്കൂ, സന്തോഷിക്കൂ. ഒരു ഭാര്യ എന്ന നിലക്ക് നിനക്കുള്ള സുഹൃതങ്ങൾ നിമിത്തം നിന്നോട് കൃപ തോന്നി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കാരണം അത്യുന്നതനായ കർത്താവ് ഇന്ന് നിന്റെ ഭവനത്തിലുണ്ട്. വലുതായ സന്തോഷത്തോടെ നമുക്കത് ആഘോഷിക്കാം. അനന്തരം ഈശോ പുറത്തേക്കിറങ്ങി ഗ്രാമത്തിലേക്ക് പോകാനൊരുങ്ങുന്ന യൂദാസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുറേയേറെ അപ്പം വാങ്ങിച്ചു കൊള്ളണം. അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിക്കാനും മാത്രം വാങ്ങണം. നമ്മൾ ലാസറസിന്റെ സ്ഥലത്തായിരിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ലല്ലോ. അങ്ങനെ ചെയ്തു കൊള്ളാം ഗുരുവേ. നീ അനുവദിക്കുമെങ്കിൽ എനിക്ക് സ്വന്തമായി കുറച്ച് പണമുണ്ട്. നിന്റെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനായി അത് ദരിദ്രർക്കായി ദാനം ചെയ്യാമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റൊട്ടി വാങ്ങാം. ദൈവത്തിൽ സഹോദരങ്ങളായി ഇവർക്കത് കൊടുക്കുന്നതാണ് ദേവാലയത്തിലുള്ള അത്യാഗ്രഹികൾക്ക് കൊടുക്കുന്നതിൽ ഭേദം. നീ അതിന് അനുമതി നൽകുമോ? സ്വർണം എപ്പോഴും എനിക്ക് പ്രലോഭനത്തിൻ്റെ ഒരു സർപ്പം തന്നെയായിരുന്നു. അതിൻ്റെ ആകർഷണത്തിൽ നിന്നും ഇനി സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്ക് എന്തൊരു സുഖം. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സന്തോഷവാനുമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു കൊള്ളൂ യൂദാസേ. കർത്താവ് നിനക്ക് സമാധാനം നൽകട്ടെ. ഈശോ ശിഷ്യരുടെ പക്കലേക്ക് പോകുമ്പോൾ യൂദാസ് വെളിയിലേക്ക് പോകുന്നു. ദർശനം അവസാനിക്കുന്നു.